നമ്മളുടെ ഈ കഥയിലെ നായകനാണ് അജീബ്. അജീബിൻ്റെത് ഒരു ചെറിയൊരു കുടുംബമാണ്. അങ്ങനെ അജീബിന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് അജീബ് മറുനാട്ടിലേക്ക് പോയി പണിയെടുക്കാനുള്ള തീരുമാനത്തിലാണ്. തന്റെ കൂട്ടുകാരന്റെ മകനോടൊത്താണ് അജീബ് എയർപോർട്ടിലേക്ക് പോകുന്നത്. എയർപോർട്ടിലേക്ക് പോയി ഫ്ലൈറ്റിൽ കയറി സൗദി അറേബ്യയിലെത്തുമ്പോൾ തന്റെ അറബി അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അജീബ്. അജീബിന് അവിടെ കഷ്ടപ്പെടേണ്ട രീതിയിലുള്ള ഒരു ജോലിയാണ്. ഹോട്ടലിലാണ് അജീബിന് അവിടെ പണി. അജീബ് തന്റെ കഷ്ടപ്പാടുകളെ മറന്ന് തന്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടാണ് അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് യാത്രയാവുന്നത്. സൗദി അറേബ്യയിലെ എയർപോർട്ടിൽ തന്റെ അറബി കാത്തു നിൽക്കുമെന്ന് അജീബിന് പ്രതീക്ഷയുണ്ട്. അങ്ങനെ തന്റെ കൂട്ടുകാരന്റെ മകനോട് അവസാനമായി പോകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു. അങ്ങനെ അജീബ് സൗദി അറേബ്യയിലെത്തി നോക്കുമ്പോൾ തന്റെ അറബിയെ കാണുന്നില്ല. നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം അജീബ് ഒരിക്കലും കണ്ടിട്ടുമില്ല. അപ്പോൾ നോക്കുമ്പോഴാണ് അവിടെ ഒരു അറബി വലിയ കാശുകാരൊക്കെ ഓടിക്കുന്ന ഒരു വണ്ടിയുമായി അവിടെ എത്തിയത്. അജീബിന് ആ വണ്ടി കണ്ടപ്പോൾ വളരെയധികം സങ്കടമായി. എന്നാൽ അജീബിന് പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു ദിവസം താൻ ഇങ്ങനത്തെ വണ്ടിയൊക്കെ എടുക്കുമെന്ന്. അപ്പോൾ ആ കണ്ട അറബിയുടെ കൂടെ അജീബ് പോകാൻ നിൽക്കുകയാണ്. അജീബ് ഒന്ന് ഭയന്നെങ്കിലും തന്റെ അറബിയാണെന്ന് കരുതി ആ അറബിയുടെ കൂടെ അജീബ് പോകുന്നു. അജീബിന് അവിടുത്തെ ഭാഷയൊന്നും അറിയില്ലെങ്കിലും എന്തൊക്കെയോ പറഞ്ഞ് ആ അറബിയുടെ കൂടെ അവസാനം അജീബ് പോവുകയാണ്. അവർ യാത്ര തുടങ്ങി. അവർ പോയിക്കൊണ്ടിരിക്കുന്നവരും അജീബിന് അറിയില്ലായിരുന്നു തന്റെ അവസ്ഥ ഇനി എന്താവുമെന്ന്. പക്ഷേ ആ അറബി അജീബിന്റെ അറബി അല്ലായിരുന്നു, പകരം ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നു. അങ്ങനെ അജീബിനെ അയാൾ ഒരു മരുഭൂമിക്കുള്ളിലെ ഒരു നരകത്തിലേക്കാണ് വലിച്ചെറിഞ്ഞത്. അവിടെ എത്തിയതിനു ശേഷം അജീബിനെ അയാൾ അടിച്ചു. അപ്പോൾ അജീബ് തിരിച്ചു തല്ലിയപ്പോൾ അജീബിനെ കുതിര തല്ലി. അങ്ങനെ ഒരു ദിവസത്തേക്ക് അജീബിനെ അയാൾ ഉറങ്ങാൻ സമ്മതിച്ചു. അജീബ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അയാൾ പറഞ്ഞതുപോലെ ജോലി ചെയ്യാൻ തുടങ്ങി. അജീബിന് ഭയമുണ്ടായിരുന്നു തനിക്ക് എന്ത് സംഭവിക്കും, തനിക്ക് ഈ നരകത്തിൽ നിന്ന് എന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന്. അറിയാതെ അജീബിനോട് ഒരു തെറ്റ് സംഭവിച്ചതിന് ആ അറബി വന്ന് അജീബിനെ വളരെയധികം ക്രൂരമായി ഉപദ്രവിച്ചു. തന്റെ കയ്യിലുള്ള ആയുധം വെച്ച് ആ അറബി അജീബിനെ തല്ലുകയും ചെയ്തു. അജീബ് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നെങ്കിലും ഒരു ചെറിയ തെറ്റിന് പോലും അജീബിനെ അയാൾ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു. അജീബ് എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്താലും അജീബിനെ എന്നും ഒരു ബ്രെഡിന്റെ പകുതി മാത്രമേ കൊടുക്കാറുണ്ടായിരുന്നു, പിന്നെ മലിനമായ വെള്ളവും. ഒരു തെറ്റ് ചെയ്തതിന് അജീബിനെ തല്ലി അജീബിനെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരെയാക്കി. അജീബ് അയാളുടെ കാലിൽ വീണ് അപേക്ഷിച്ചു, എങ്ങനെങ്കിലും എന്നെ ഒന്ന് ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന്. എന്നാൽ ആ അറബിയുടെ മനസ്സലിഞ്ഞില്ല. അറബി അവനെ വീണ്ടും തല്ലാൻ തുടങ്ങി. എന്നാൽ അജീബിന് മനസ്സിലായി താൻ ഈ നരകത്തിൽ കുടുങ്ങിയെന്ന്. പിറ്റേ ദിവസവും അജീബ് ആവുന്നില്ലെങ്കിലും തന്റെ അവശേഷിക്കുന്ന ശക്തി വെച്ച് അജീബ് പണിയെടുക്കാൻ തുടങ്ങി. അജീബിന് കരുതി താൻ നല്ല പോലെ പണിയെടുത്താൽ അറബി എങ്ങനെയെങ്കിലും തന്നെ അവിടുന്ന് കൊണ്ടുപോകുമെന്ന്. ആ മരുഭൂമിയിലെ ചുട്ട വേലിനെയും അജീബ് തരണം ചെയ്യുന്നു. പക്ഷെ എന്നിട്ടും അജീബിനെ അയാൾ കുതിരെ തല്ലി. അജീബ് എത്രയോ വട്ടം അയാളുടെ കാലിൽ വീണ് അപേക്ഷിച്ചു. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. അജീബ് ഇപ്പോഴും ആ നരകത്തിലാണ്. അജീബിന്റെ വേഷവും താടിയും മുടിയും ഒക്കെ വളർന്നു. അങ്ങനെ അവസാനം അജീബ് അവിടെ നിന്ന് രക്ഷപ്പെടണം തന്നെ തീരുമാനിക്കുകയാണ്. അവൻ അവസാനമായി അവന്റെ ഉള്ള ശക്തി എല്ലാം എടുത്ത് ഓടുന്നു. പക്ഷേ ആ അറബി അവന്റെ പിന്നാലെ വന്ന് വെടിവെച്ചു. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ അജീബിന് പേടിയായി. അജീബ് നിലത്ത് കിടന്ന് വിറച്ചു. അപ്പോൾ ആ അറബി അടുത്ത് വന്ന് അജീബിനെ വീണ്ടും പേടിപ്പിക്കാൻ തുടങ്ങി. അജീബിന് ഇത് താങ്ങാനാവുന്നില്ലായിരുന്നു.
അങ്ങനെ അയാൾ അജീബിനെ ഒരു വീടിനുള്ളിൽ പൂട്ടിയിടുകയാണ്. ഒരു വീടല്ലത്, അതിൽ വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല. അജീബ് രക്ഷപ്പെടാൻ ശ്രമിച്ചതിനുള്ള ശിക്ഷയായിട്ടാണ് അജീബിനെ ആ അറബി ഇവിടെ ഇട്ടത്. അജീബിന് അറിയില്ലായിരുന്നു ഈ മുറിയിൽ താൻ എങ്ങനെ ഒരു നുള്ളു വെള്ളം എങ്ങനെ കുടിക്കുമെന്ന്. മലിനമായ വെള്ളമാണെങ്കിലും അജീബ് സഹിച്ചുകൊണ്ട് തന്നെ അത് കുടിക്കുമായിരുന്നു. അജീബ് വീണ്ടും വീണ്ടും കാൽക്കൽ വീണ് അപേക്ഷിച്ചു. എന്നാൽ അവന് തോന്നി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അറബി വന്ന് ആ വീട് തുറന്നു. അങ്ങനെ അജീബിന് അവസാനം ഇത്തിരി വെള്ളം കുടിക്കാൻ ഭാഗ്യമുണ്ടായി. അജീബിന് നടക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. അവൻ ഇഴഞ്ഞിഴഞ്ഞ് വെള്ളത്തിനരികിലേക്ക് പോയി. അജീബിന് അറിയായിരുന്നു തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, തന്റെ ജീവിതം ഇനി ഇവിടെ അവസാനിക്കുമെന്ന്. അജീബിന്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ താൻ വെള്ളം കുടിച്ചതിന് ശേഷം അജീബ് വീണ്ടും ആ ഒരു പൂട്ടിയിട്ട സ്ഥലത്തേക്ക് പോവുകയാണ്. അറബി അവനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അവൻ ഇഴഞ്ഞിഴഞ്ഞു തന്നെ പൂട്ടിയിട്ട സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൻ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ അറബി കയറി വന്നു. പിന്നെന്ത് സംഭവിച്ചു?